വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല വിധത്തിലുള്ള അനർത്ഥങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഈശോയുടെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ വചനത്തിൻ്റെ അഭിഷേകത്തിൽ പ്രാപിക്കുവാൻ ഈ മണിക്കൂറിൽ കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാംസം ധരിക്കട്ടെ. നാളുകളായി, ഏറെ കാലങ്ങളായി ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല തിന്മയുടെ സ്വാധീന ശക്തികളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ നേടുവാൻ, വിശ്വാസത്തിൻ്റെ വലിയ അഭിഷേകം പ്രാപിക്കുവാൻ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ഉത്തരം വൈകുമ്പോൾ അനുഗ്രഹം ഉത്കൃഷ്ടമായിരിക്കും എന്നതാണ്. ഉത്തരം വൈകുമ്പോൾ ഉത്കൃഷ്ടമായ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയ അനുഗ്രഹം ലഭിച്ചവർക്കെല്ലാം ഉത്തരം കിട്ടാൻ വൈകിയിട്ടുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഉടമ്പടി നടത്തേണ്ട ഇസഹാക്ക് എന്ന മകൻ ജനിക്കുന്നത് ഏറെ വൈകിയാണ്.
75 വയസ്സുവരെ പ്രാർത്ഥിച്ചിട്ട് യാതൊരു മറുപടിയും കിട്ടാത്ത അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വാഗ്ദാനവുമായി കടന്നു ചെല്ലുന്ന 75-ാം വയസ്സിലാണ്. അതിനുശേഷം വീണ്ടും 25 വർഷങ്ങൾ പിന്നിട്ടിട്ടാണ് ബൈബിൾ അനുസരിച്ച് അബ്രാഹത്തിന് സാറായിൽ ഇസ്ഹാക്ക് എന്ന മകനുണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്നുള്ള വാഗ്ദാനം നിറവേറുമെന്ന് അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം കൊടുത്ത ആ വാഗ്ദാനം നിറവേറാൻ സാധ്യതയില്ലാതിരുന്നിട്ടും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്നവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലനെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ വർഷങ്ങൾ കാത്തിരിപ്പിന് ശേഷം ജനവിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ദൈവം ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യുന്നത്, ആ മകൻ ഇസ്ഹാക്ക് കാത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. ഹല്ലേലൂയ. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ വിവാഹശേഷം മക്കളില്ലാതെ റെബേക്ക കാത്തിരുന്ന് അവസാനമാണ് ദൈവം അനുഗ്രഹിച്ച് യേശാവിനെയും യാക്കോബിനെയും കൊടുക്കുന്നത്. പുതിയ നിയമത്തിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് ഈശോ മിശിഹാ തന്നെ സാക്ഷ്യപ്പെടുത്തിയ സ്നാപകൻ്റെ ജനനം നമുക്കറിയാം. സക്കറിയ ഒരു പുരോഹിതനായിരുന്നു, അവൻ ദൈവ ശുശ്രൂഷ നടത്തുന്നവനായിരുന്നു. പക്ഷേ അവന് മക്കളുണ്ടായിരുന്നില്ല. അവൻ്റെ ഭാര്യ എലിസബത്ത് വന്ധ്യയായിരുന്നു. വാർദ്ധക്യ ദശയിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നത്. സക്കറിയ ധൂപാർപ്പണം നടത്തുന്ന സമയത്ത് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവദൂതൻ വന്ന് പറയുകയാണ്, സക്കറിയ, ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥന കേട്ട ഒരു മറുപടി കിട്ടിയത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്ന സമയത്താണ്. അതുകൊണ്ടാണ് സക്കറിയ ചോദിച്ചു പോയത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പ്രായം കവിഞ്ഞവനാണല്ലോ, എൻ്റെ ഭാര്യ വന്ധ്യയുമാണ്. ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു പുരോഹിതൻ ഒരിക്കലും അനുവദിക്കപ്പെട്ടിട്ടില്ല. കാരണം അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇന്ന സമയത്ത് ലഭ്യമാകുമെന്ന് അവനല്ല തീരുമാനിക്കുന്നത്, ദൈവം നിശ്ചയിക്കുന്നൊരു സമയമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു പുരോഹിതൻ. അതുകൊണ്ടാണ് അവനെ ഈ വാഗ്ദാനം നിറവേറുന്നത് വരെ ഊമനായി കഴിയാൻ ദൈവം ഇടവരുത്തിയത്. പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പ് ഉത്തമമായ ഉത്കൃഷ്ടമായ ഒരു വലിയ ദാനത്തിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം ദൈവപുത്രന് വഴിയൊരുക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദമായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായി പോകുവാൻ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാകുവാൻ ദൈവം തിരഞ്ഞെടുത്തവൻ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വൈകിയപ്പോൾ അത് ഉത്കൃഷ്ടമായ വളരെ ഉത്തമമായ ഒരു വലിയ ദാനത്തിന് വേണ്ടിയാണ് ഈ വൈകലുണ്ടായത് എന്ന് തിരുവചനത്തിലൂടെ നാം തിരിച്ചറിയുകയാണ്. വീണ്ടും ലാസർ രോഗബാധിതനായ വിവരം ലാസറിൻ്റെ സഹോദരിമാർ ഈശോയെ അറിയിച്ചപ്പോൾ ഈശോ പറഞ്ഞൊരു മറുപടിയുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് പോകാം, ബഥാനിയ വരെ പോകാം. ഈശോ പോയില്ല, മനഃപൂർവ്വം പോയില്ല. ഈശോ എന്താ പറഞ്ഞത്? ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കേണ്ടതിനുമാണ്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഈശോ ബഥാനിയായിക്ക് പോകാതെ 2 ദിവസം കൂടി അവിടെ തങ്ങി. ഈശോയെ കണ്ടപ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ ആദ്യം പറഞ്ഞത് എന്താ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു, നീ നേരത്തെ വരേണ്ടതായിരുന്നു. പക്ഷെ മനഃപൂർവ്വമാണ് കർത്താവ് അവരുടെ
അപേക്ഷയ്ക്ക് ഉത്തരം കൊടുക്കാതിരുന്നത്, ഉപേക്ഷ വിചാരിക്കുന്നതായി ആ വിധത്തിൽ ഈശോ പെരുമാറിയത്. കാരണം എന്താ? വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി അല്പം കാത്തിരിക്കണം, ദൈവം ഉപേക്ഷിച്ചു എന്ന തോന്നൽ ഉണ്ടാകുമാറ് മറുപടിയില്ലാതെ മനഃപൂർവ്വം താമസിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. നമുക്കറിയാം എന്താ സംഭവിച്ചത്. ഈശോ ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ സംസ്കരിക്കപ്പെട്ടതിന് ശേഷം 4 ദിവസം പിന്നിട്ടപ്പോൾ എത്തി. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു, വേണ്ട, ഇന്ന് 4 ദിവസമായി ദുർഗന്ധം വമിക്കുന്നുണ്ടാകാം. അവിടെയും ഈശോ ആവശ്യപ്പെടുന്നത്, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണമെങ്കിൽ രോഗബാധിതനായ ലാസറിനെ അവിടെ നിന്ന് ഒരു വാക്കാൽ സൗഖ്യപ്പെടുത്താമായിരുന്നു. പക്ഷേ മരിച്ചവനെ ഉയർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രന് ശക്തിയുണ്ട് എന്ന് ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് ദൈവം ആ സഹോദരിമാരുടെ മുമ്പിൽ മനഃപൂർവ്വം വൈകിയവനായി നിന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയപ്പോൾ അനുഗ്രഹം അത്രയേറെ വലുതായി. അനേകരിൽ ദൈവത്തിൻ്റെ ശക്തിയും വിശ്വാസവും കടന്നു വരേണ്ടതിന് ലാസർ കാരണമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ ഈ സത്യമാണ് ശ്ലീഹാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിനൊരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ, അതാണ് തക്ക സമയം. നമ്മൾ വിചാരിക്കുന്ന സമയമല്ല ദൈവത്തിൻ്റെ സമയം. നമ്മൾ വിചാരിക്കും ഇന്ന സമയത്ത് നടന്നാലേ ശരിയാവൂ. ദൈവം വിചാരിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം, അതിനെ തക്ക സമയമായി അംഗീകരിക്കണം. സാമുവേലിൻ്റെ ജനനം നമുക്കറിയാം. അന്ന ഏറെ നാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവഗണിക്കപ്പെട്ടവളായി പെനീന എന്ന തൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയിൽ നിന്നുള്ള അവഗണനകളൊക്കെ സ്വീകരിച്ച് വേദനയുടെ നെരിപ്പോടിലൂടെ ഒത്തിരി വർഷങ്ങൾ യെരുശലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് പോയപ്പോഴൊക്കെ തൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ പകർന്ന് അവസാനം ദൈവമൊരു സമയമൊരുക്കി സാമുവേൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ശക്തനായ ന്യായാധിപൻ, ഇസ്രായേലിന് രാജാവിനെ കൊടുത്ത, അതിനുവേണ്ടി അഭിഷേകം ചെയ്യാൻ നിയുക്തനായ സാമുവേൽ എന്ന് പറയുന്ന വലിയ കൃപയുടെ ഒരു മനുഷ്യൻ പിറക്കുവാൻ ഹന്നായുടെ വളരെ നാളത്തെ കാത്തിരിപ്പ് ആവശ്യമായിരുന്നു. ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ ബോധ്യമെന്ന് പറയുന്നത് നമ്മുടെ സമയത്തിലേക്ക് ദൈവത്തെ വലിച്ചിഴയ്ക്കുന്നതിലല്ല, ദൈവത്തിൻ്റെ സമയവുമായി താദാത്മ്യപ്പെടുന്നതിലാണ് വിശ്വാസത്തിൻ്റെ അഭിഷേകമുണ്ടാവുക, വിശ്വാസത്തിൻ്റെ വെളിച്ചമുണ്ടാവുക. ആ ഒരു ബോധ്യം നമ്മളിൽ ആഴപ്പെടണം. ദൈവത്തിൻ്റെ തക്ക സമയത്തിൽ ദൈവം പ്രവർത്തിക്കും. മാനുഷികമായ സമയങ്ങളല്ല ദൈവത്തിൻ്റെ ക്ലോക്കിലെ സമയം. ദൈവത്തിൻ്റെ സമയം രക്ഷയുടെ സമയമാണ്. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ മിശിഹ പ്രാണവേദനയോടുകൂടി മനുഷ്യകുലത്തിൻ്റെ തുടർച്ചയായ പാപങ്ങളെ മുഴുവൻ കണ്ടുകൊണ്ട് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. പിതാവ് ഈ പ്രാർത്ഥന കേട്ടില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ പിതാവ് ഇടപെട്ടു. പിതാവിൻ്റെ സമയത്ത് പിതാവ് ഇടപെട്ടു. കുരിശിൽ മരിച്ച പുത്രനെ, പാനപാത്രം കുടിച്ച പുത്രനെ 3-ാം ദിവസം ഉയർപ്പിച്ചപ്പോൾ ഉണ്ടായ മഹത്വമാണോ, അതോ കുരിശിൽ നിന്ന് മാറ്റി ഗെത്സമേൻ തോട്ടത്തിൽ ചെന്ന് പുത്രനെയും കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് സമൂഹിക്കുന്നതാണോ? ഏതാ കൂടുതൽ മഹത്വമുള്ളത്? ഒരുപക്ഷെ ഗെത്സമേൻ തോട്ടത്തിൽ പിതാവിൻ്റെ സാന്നിധ്യം കടന്നു എന്ന പുത്രനെ ഈ പാനപാത്രത്തിൽ നിന്ന് രക്ഷിച്ച്
സ്വർഗത്തിലേക്ക് ഉയർത്തിയിരുന്നെങ്കിൽ മനുഷ്യൻ്റെ രക്ഷ സാധ്യമാകുമായിരുന്നു. എന്നാൽ പീലാത്തോസിൻ്റെയും കയ്യാപ്പാസിൻ്റെയും ഹേറോദേസിൻ്റെയും അരമനകളിലൂടെ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും നിന്ദനങ്ങളും സ്വീകരിക്കാൻ തൻ്റെ പുത്രനെ പിതാവ് വിട്ടുകൊടുത്തപ്പോൾ മനുഷ്യപാപത്തിൻ്റെ മുഴുവൻ പ്രതീകമായി അവൻ്റെ തോളിൽ കുരിശുമരവും ചുമത്തി നിരന്തരമായ പീഡനങ്ങളിലൂടെ ചമ്മട്ടിയടികളിലൂടെ ഗാഗുൽത്ത മലയിലേക്ക് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, റോമം കത്തിരിക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ ഒരു വാക്കുപോലും ഉരിയാടാതെ എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചിഴയ്ക്കപ്പെടാൻ ആ പുത്രനെ പിതാവ് വിട്ടുകൊടുത്തത് കുരിശിൽ മൂന്നാണികളാൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ കള്ളനെ പോലെ അപമാനിതനായി ശപിക്കപ്പെട്ടവനായി കുരിശിൽ തറയ്ക്കപ്പെടാൻ പിതാവായ ദൈവം വിട്ടുകൊടുത്തത് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകേണ്ട സമയം ഗത്സമേൻ തോട്ടമല്ല, കുരിശിലല്ല, പിന്നെയോ കുരിശിനപ്പുറത്തുള്ള ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലൂടെ പിതാവിൻ്റെ മഹത്വം പുത്രനിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തപ്പെടണമെന്നുള്ള വലിയ പദ്ധതിയുടെ രഹസ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവൻ കാത്തിരുന്നു. പിതാവ് കാത്തിരുന്നു, പുത്രനും കാത്തിരുന്നു. ആ കാത്തിരിപ്പിന് അവസാനം ഇന്നും ജീവിക്കുന്ന ദൈവ സാന്നിധ്യമായി മഹത്വത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവീക കൃപയായി മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടപ്പോൾ എന്നേക്കും നമ്മുടെ കൂടെയായിരിക്കാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പിതാവായ ദൈവം പുത്രൻ്റെ പ്രാർത്ഥനയ്ക്ക് ശാശ്വതമായ ഒരു ഉത്തരം നൽകി. ഇന്നും സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമായി ആ പുത്രനെ സ്വീകരിക്കുവാൻ, നശ്വരമായ അപ്പത്തിന് വേണ്ടി അല്ലാതെ അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് കൃപയും അനുഗ്രഹവും നൽകപ്പെടുവാൻ കാരണമായത് പിതാവിൻ്റെ ഈ നീണ്ട മൗനമാണ്. പിതാവിൻ്റെ ഹിതത്തിന് കാത്തിരുന്ന, പിതാവിൻ്റെ ഉത്തരം നിഷേധിക്കപ്പെട്ടുവെന്ന് തോന്നുമാറ് പിതൃഹിതത്തിന് വിധേയപ്പെട്ട ആ പുത്രൻ്റെ ആത്മസമർപ്പണമാണ്. പ്രിയപ്പെട്ടവരെ, അഗസ്തീനോസ് എന്ന് പറയുന്ന പാപികളിൽ പാപിയായ മകന് വേണ്ടി മോനിക്ക എന്ന അമ്മ നീണ്ട 14 കൊല്ലക്കാലമാണ് മുട്ടേ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. എന്തേ ഒരു ജപമാല പോരായിരുന്നോ? ഒരു വർഷം പോരായിരുന്നോ? ഏതാനും നാളുകളുടെ പ്രാർത്ഥന പോരായിരുന്നോ ഇങ്ങനെ ഒരാളെ മാനസാന്തരപ്പെടുത്താൻ? എന്തേ ദൈവം ഇത്രയും കാലം കാത്തിരുന്നു? ദൈവം എന്തേ മോനിക്കായ്ക്ക് ഉത്തരം കൊടുത്തില്ല? പ്രാർത്ഥിച്ചും അടുത്ത് ഉത്തരം കിട്ടാതെ വിഷമിച്ച മോനിക്ക പുണ്യവതി അംബ്രോസ് പുണ്യവാളൻ്റെ അടുക്കൽ പോയി കരഞ്ഞു പറയുന്നുണ്ട്, എന്ന് ദൈവം എനിക്ക് ഉത്തരം തരും? അപ്പോൾ അവളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അംബ്രോസ് മെത്രാൻ പറഞ്ഞു, മോളെ, നിന്റെ കണ്ണീരിൻ്റെ പുത്രൻ ഒരിക്കലും നശിച്ചു പോകത്തില്ല. നിന്റെ കണ്ണുനീര് ദൈവം കുപ്പി ശേഖരിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനകളൊന്നും പാഴായി പോകുന്നില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നീ ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട. ദൈവത്തിനൊരു സമയമുണ്ട് മകളെ. ദൈവം തക്ക സമയത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് നിന്നെ അനുഗ്രഹിച്ചോളും. നീ പ്രാർത്ഥിക്കാതിരിക്കരുത്, നീ പ്രാർത്ഥന നിർത്തരുത്, നീ പ്രാർത്ഥിക്കുക തന്നെ വേണം. നിന്റെ പ്രാർത്ഥന തുടരുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോൾ അനുഗ്രഹം ഉത്കൃഷ്ടമാണെന്ന് മനസ്സിലാക്കുക. ചരിത്രം തെളിയിച്ചില്ലേ അത്? മോനിക്ക പുണ്യമതിയുടെ പ്രാർത്ഥനയുടെ മറുപടി വൈകിയപ്പോൾ മഹത്തായ ഒരു അനുഗ്രഹമല്ലേ സഭയ്ക്ക് ലഭ്യമായത്? സഭ കണ്ടിട്ടുള്ള സഭാപ്രബോധകരിൽ ഏറ്റവും അഗ്രഗണ്യനായ, സഭയുടെ വിശ്വാസത്തെ, സഭയുടെ മതബോധനത്തെ പിടിച്ചു നിർത്തുന്ന വലിയ സത്യങ്ങൾ വെളിപ്പെടുത്തിയ
പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമായി തീർന്ന സഭയുടെ ഡോക്ടറായി മാറിയ സെന്റ് അഗസ്റ്റിൻ എന്ന മഹാപ്രതിഭയുടെ ഉത്കൃഷ്ടമായ ദൈവിക ദാനത്തിൻ്റെ ജനനത്തിന് ഈ ഉത്തരം കിട്ടാതെ നീണ്ട കാലഘട്ടത്തിൽ ഭഗ്നാശയാകാതെയുള്ള ആ അമ്മയുടെ പ്രാർത്ഥന കാരണമായെങ്കിൽ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഭഗ്നാശരായി പ്രാർത്ഥന നിർത്തരുത്. പിന്നെയോ ഈ പ്രാർത്ഥനയുടെ ഉത്തരം വൈകുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മാനസാന്തരമായിരിക്കാം, മക്കളുടെ മാനസാന്തരമായിരിക്കാം, മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കാനായിരിക്കാം, സാമ്പത്തിക മേഖലയിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, ജോലിയില്ലാത്തതിൻ്റെ വിഷമമായിരിക്കാം, വിവാഹം നടക്കാത്തതിൻ്റെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, എത്ര കാലഘട്ടമായി നീ പ്രാർത്ഥിക്കുന്നു എന്നതിലല്ല, നിന്റെ പ്രാർത്ഥനയൊന്നും പാഴായി പോകുന്നില്ല. അതിൻ്റെ ഉത്തരം ദൈവം വൈകിക്കുന്നത് ഉത്കൃഷ്ടമായ അനുഗ്രഹത്തിന് വേണ്ടി നിന്നെ ഒരുക്കാനാണ് എന്ന സത്യം നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, എത്രയോ നാളുകൾ നമ്മൾ പ്രാർത്ഥനകൾ നിർത്തി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സമയം, തക്ക സമയം, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മൾ 5:30 പ്രാർത്ഥിച്ചാൽ നമ്മുടെ സമയം 5:30 തന്നെ, അന്നേരം ഉത്തരം കിട്ടണമെന്ന്. ദൈവത്തിൻ്റെ സമയം ഒരുപക്ഷെ 6 മണിയായിരിക്കാം. നമ്മൾ 5:45 വരെ പ്രാർത്ഥിച്ചു, 5:50 വരെ ഉത്തരം കാത്തിരുന്നല്ല, 5:55 വരെ കാത്തിരുന്നു. നമ്മൾ പ്രാർത്ഥന നിർത്തി ഏറ്റുപോയി. 6 മണിയിലും നാം പ്രാർത്ഥിക്കുന്നവരായി ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിലുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാമായിരുന്നു. പക്ഷേ അനുഭവിക്കാൻ നമ്മളില്ലാതെ പോകുന്ന ഒരവസ്ഥ ഇത് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ അവന് രൂപമോ പറഞ്ഞു. ന്യായാധിപൻ്റെയും വിധവയുടെയും നിരന്തരമായി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥന നിർത്താതെ ദൈവത്തിൻ്റെ ഉത്തരം ഉത്കൃഷ്ടമാകുന്നതിനനുസരിച്ച് നീ കാത്തിരിക്കേണ്ടി വരും. പെട്ടെന്ന് കിട്ടുന്ന ഉത്തരം ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, വലിയ ഉന്നതിക്ക് കാരണമാകുന്നതാകില്ല. നീ കാത്തിരുന്ന് കിട്ടുന്ന അനുഗ്രഹം നിൻ്റെ ജീവിതത്തെ ഉന്നതമായ കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നതാണ്. ഈ ഒരു ബോധ്യമുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം നമുക്ക് ചിന്തിക്കാം. ബൈബിളിൽ നമ്മൾ കണ്ട, സഭയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ട വൈകി കിട്ടിയ മറുപടികളെല്ലാം വലിയ അനുഗ്രഹത്തിൻ്റെ മറുപടികളായിരുന്നു എങ്കിൽ, കാത്തിരുന്ന് കിട്ടിയ, നേടിയ കൃപകളെല്ലാം വലിയ ഉന്നതമായ കൃപകളായിരുന്നെങ്കിൽ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ നാം കാത്ത് മടുത്ത, പ്രാർത്ഥിച്ച് മടുത്ത എന്ന് നാം കരുതുന്ന നിയോഗങ്ങൾ എന്തു തന്നെയായാലും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നിർത്താതെ കർത്താവിൻ്റെ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ, അവൻ്റെ മറുപടി വൈകുമ്പോൾ അനുഗ്രഹവും അതിലേറെ ഉന്നതമാണെന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു മേഖലയിൽ നമുക്ക് വലിയ വിടുതൽ കർത്താവിന് തരും. ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കാനൊരു അഭിഷേകം തരും. മൂനിക്കായിൽ നിറഞ്ഞ അഭിഷേകം, സക്രിയായാലും എലിസബത്തിൽ നിറഞ്ഞ അഭിഷേകം, ലാസറുടെ സഹോദരിമാർക്ക് കിട്ടിയ അഭിഷേകം, ഇബ്രാഹത്തിന് സാറായ്ക്കും കിട്ടിയ അഭിഷേകം ഈ ദിവസം ദൈവം നമുക്ക് തരട്ടെ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തുറന്നു പിടിച്ച് ശാന്തമായി വ്യക്തിപരമായി പ്രാർത്ഥിക്കും. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. താവായിശോയെ,
നിന്റെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ, നീ വൈകുമ്പോൾ, നിന്റെ ഉത്തരം വൈകുമ്പോൾ അത് ഉത്തമമായ ഉത്കൃഷ്ടമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനുള്ള വിളിയാണെന്ന് തിരിച്ചറിയാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇച്ചിരി നാളുകളായി ഒരുപക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ച് നിർത്തിയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഇത് നടക്കില്ല എന്ന് കരുതി ഞങ്ങൾ എഴുതി തള്ളിയിട്ടുള്ളതുണ്ട്. കർത്താവേ, ആ മേഖലകളെ ഇപ്പോൾ തിരുമുമ്പിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും ഉണർത്തി തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മോനിക്കായുടെ പ്രാർത്ഥനയ്ക്ക് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ വലിയൊരു അനുഗ്രഹമായ അഗസ്റ്റിനെ ഉയർത്തിക്കൊണ്ട് മറുപടി കൊടുത്ത കർത്താവേ, ഇതാ ഞങ്ങളുടെ ജീവിതത്തിൽ മറുപടി കിട്ടാത്ത എല്ലാ വിഷയങ്ങളെയും ഇപ്പോൾ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ അത്ഭുതകരമായ വിശ്വാസ അഭിഷേകം നിറയുവാൻ, അത്ഭുതകരമായ കാത്തിരിപ്പിന്റെ അഭിഷേകം നിറയുവാൻ, ദൈവകൃപയാൽ ജ്വലിക്കുവാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ തിരുരക്തത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. യേശുവിന്റെ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവേ, നിന്റെ കുരിശിലേക്ക് ഞങ്ങളെ ചേർത്ത് വയ്ക്കണമേ. കുരിശിനപ്പുറമുള്ള മഹത്വത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. ദുഃഖവെള്ളിയിൽ കുടുങ്ങിപ്പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ ഉദ്ധാന മഹത്വത്തിലേക്ക് നീ കൊണ്ടുവരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ കുരിശിനാൽ മുദ്രയിട്ട് എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. Praise the Lord. Hallelujah. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി എടാതെ ഞങ്ങൾ